വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത്. എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാലം ഇടിഞ്ഞൊന്നും വീണില്ല. അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ്. മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ്. ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട, വിള്ളൽ അടച്ചാൽ മതി, വിള്ളൽ ടാർ ചെയ്താൽ മതി. വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളു, വലിയ വിള്ളൽ കാണാൻ പോവാണ്. അപ്പൊ ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ്. രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി. അതിന് 4-ാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമെന്നാണ് മന്ത്രിക്ക് പരാതി. ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ്. എംപിമാരുൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്, അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും. അതാണ് 4-ാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീണത്. അപ്പൊ റീല് അതിന്റെ ആണ് ഈ പൊളിഞ്ഞ് താഴെ വീണതിന്റെ റീൽ. റോഡൊക്കെ പൊളിഞ്ഞു, പക്ഷേ മന്ത്രി പറയുന്നത് UDF ഇതിന് തുരങ്കം വെക്കുകയാണ്, മാറ്റത്തിന്റെ തുരങ്കം വെക്കുകയാണ് മന്ത്രി ആരോപിച്ചു. ഞങ്ങൾ ഏത് കാര്യത്തിലാണ്, ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിന്നിട്ടുള്ളത്, കേരയിൽ. അത് കേരളത്തിനെ പാരിസ്ഥിതികമായി തകർക്കും, സാമ്പത്തികമായി തകർക്കും. ഞങ്ങളൊരു നിലപാടെടുത്തു. ആ നിലപാടിൽ നിന്നല്ലോ നിലപാടിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ, ഊരി എറിഞ്ഞില്ലേ കുറ്റികൾ. അല്ലാതെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ എതിരായി നിലപാടെടുത്ത്? 2019 പൂർത്തിയാക്കേണ്ട വിഴിഞ്ഞ 2025 പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക. ഇതിലെന്ത് അവകാശപ്പെടാനുള്ളത്? സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാരിന് അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും. ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണെന്ന്. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ്. പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നു. അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. വീടുകളിൽ ഗ്യാസ് മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ? 10 കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ. ഭൂമി ഏറ്റെടുക്കൽ പറഞ്ഞു, നല്ല ചോദ്യമാണ്. ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ 10 കൊല്ലം മുമ്പ് UPA ഗവൺമെന്റ് ഇത് പണിത് തന്നേനെ. എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത്? തുച്ഛമായ വിലയാണ് ഭൂമിക്ക് ഉണ്ടായിരുന്നത്, തുച്ഛമായ വില. എൻ്റെ നിയോജക മണ്ഡലത്തിൽ 23,000 രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത്. 10 സെന്റ് പോയാൽ 2,30,000. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ താഴെ. 10 സെന്റ് പോകണവന് 1 സെന്റ് കിട്ടില്ലായിരുന്നു. UPA ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, രണ്ടാമത് ഹൈവേ വന്നു. ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് 23,000 കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എടുക്കണമെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സ്ഥലം എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അതാണ് മാറ്റം. ആ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല. ഏതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു? ഏത് കാര്യത്തിനെതിരെ? ഹൈവേ വരുന്നതിനെതിരെ എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്? നിങ്ങൾ എന്തായി പറയണത്? CPM ഉണ്ടായിരുന്നു പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാൻ. ഞങ്ങളടക്കം കോൺഗ്രസും CPM കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എൻ്റെ പറവൂർ. കാരണം 23,000 രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു, നല്ല പൈസ കിട്ടും, നല്ല മാന്യമായത് കിട്ടും, ഇരട്ടി പൈസ കിട്ടും. വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ 25 കൊല്ലം മുമ്പ് പണിത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കുകയും അതിൻ്റെ 100% സൊല്യൂഷൻ കിട്ടും. ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ. അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ്. അല്ലാതെ CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് പണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രിയാവുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു.
അത് അടിയന്തരമായി അന്വേഷിക്കണം. DPR മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇടപെട്ടതെന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല. സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര NHAI ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റീലെടുക്കൽ മാത്രം ഉണ്ടായുള്ളൂ, കോർഡിനേഷൻ ഉണ്ടായില്ല. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു കേരളത്തിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. സോയിലിൻ്റെ മണ്ണിൻ്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിൻ്റെ ഘടന മാറുകയാണ്. 2 ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടിവെക്കുകയാണ് പലയിടത്തും. മനസ്സിലായില്ലേ? പില്ലർ ഉണ്ടാക്കി വയ്ക്കുക, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. മണ്ണ് പരിശോധന നടത്താതെ ചെയ്യാൻ പാടില്ല. മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്.